ഇതെന്താ ഇവിടെ നടക്കുന്നതെന്നൊന്ന് നോക്കിക്കേ ഗെയ്സ് നിങ്ങളെല്ലാവരും. ഇതാണ്ട ഈ പെണ്ണ് സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു. നാളെ ടെസ്റ്റ് ഉണ്ട്. അതിനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, കിടക്കില്ല. ഇവിടെ അച്ഛന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനാണെങ്കിലോ മോൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒന്ന് നോ 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 പറയില്ല, അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ടോ, ഇനി അതാണ് ഒരു പെയിൻറ്റ് പോലത്തെ ഒരു പൊട്ടാണേ. അമ്മൂട്ടി ആ പൊട്ടെന്ന് കാണിക്കാൻ പറ്റി. പണ്ടത്തെ നമ്മുടെ നൊസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ ഈ പൊട്ട് കണ്ടില്ലേ. ഇത് പല പല കളറിലുണ്ടാവും കേട്ടോ. നമ്മൾ പല ഡ്രസ്സുകളിലിടുമ്പോൾ ആ കളറിനനുസരിച്ചിട്ട് പൊട്ട് വെക്കുക. അത് പണ്ടത്തെ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട് കേട്ടോ. രേശേട്ടാ ഇതാ മൊത്തം പെയിൻറ്റ് പോലെ വാരി തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് പോകില്ലേ? മതി അമ്മോ. ഇവിടെ അപ്പുകൂട്ടനാണെങ്കിലോ മസിൽ പിടിച്ചിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുക. എന്താ അപ്പോ ഈ പെണ്ണ് കാട്ടണേ? ഒരടി കൊടുത്താലോ പെണ്ണിനെ? അപ്പോൾ അമ്മൂടെ മതിയിട്ട കളിച്ചത്. ഇനി പൊട്ടെടുത്ത് വെക്കേ ഏച്ചേട്ടാ. കണ്ണ് തുറക്കും. മതി, അടിപൊളിയാണ്. ഇനി അത് നോക്കിക്കേ. അത് മായ്ച്ച് കളയുമ്പോൾ പോകില്ല, അത്രേ ഉള്ളൂ. വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ ഈ അച്ഛനെന്താ എണീറ്റ് പോകാൻ പറ്റില്ല. അച്ഛനാണെങ്കിലും മോൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആറ്റുനോറ്റ് ഉണ്ടായ ഒരു ഉണ്ണിയാണ്. ആ ഉണ്ണി എന്ത് ചെയ്താലും അച്ഛനത് ഓക്കെ.